കൗതുക കേരളം ഞെട്ടിപ്പിക്കുകയാണ്. പലയിടങ്ങളിലുമുള്ള മയക്കുമരുന്നിൻ്റെയും അതിൻ്റെ സർക്യൂട്ടുകളും അതിൻ്റെ സോഴ്സുകളുമൊക്കെ അത്ഭുതപ്പെടുത്തുന്നു. ഇതിനിടയിൽ ധൈര്യപൂർവ്വം ചില നിലപാടുകൾ സ്വീകരിച്ചു വരുന്ന ചില മനുഷ്യരെ ഹൃദയം ചേർത്ത് അഭിനന്ദിക്കേണ്ടിയും വരുന്നു എന്നതാണ് സത്യം. ഈ വർഗീയതയും വിദ്വേഷവുമൊക്കെ പരസ്പരം തലതല്ലിച്ച് തീർക്കുമ്പോഴും അതിനുവേണ്ടി പിടിക്കപ്പെടുന്ന കുറ്റക്കാരുടെ ജാതിയും മതവും തേടി കരിമ്പുംകാലകൾ അലയുന്ന സായാഹ്നത്തിൽ അതിനപ്പുറത്തേക്ക് മനുഷ്യൻ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കരിമ്പുംകാലിക്കൊന്നും ഇതൊന്നും ഒരു വിഷയമല്ല. കാരണം നല്ല പ്രായത്തിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ജോലി ചെയ്ത് ആവുന്നത്ര സമ്പാദിച്ച് മടങ്ങി വന്ന് ഇനി പ്രശസ്തനാവാൻ മറ്റൊരു വഴിയുമില്ല എന്ന് കാണുമ്പോൾ ഇത്തരം ചില സംഗതികൾ പ്രയോഗിക്കാൻ ചിലർക്ക് ആവശ്യമായി വരും. പഴയ ഗാന്ധിയൻ രാധാകൃഷ്ണൻ നടന്ന് വിദ്വേഷം പറയുന്നത് പോലെ അതിനെയൊക്കെ അതിൻ്റെ വഴിക്ക് വിട്ടേക്കണം. കേരളം ഞെട്ടുന്ന വാർത്തകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പല ഉൽപ്പന്നങ്ങൾക്കും ആകർഷകമായ പാക്കേജ് ഉണ്ടാക്കുന്നത് പോലെ കഞ്ചാവ് കച്ചവടത്തിനും മയക്കുമരുന്ന് കച്ചവടത്തിനുമൊക്കെ ആകർഷകമായ പാക്കേജുകളുണ്ട് എന്നുള്ളതാണ് പോലീസ് വെളിപ്പെടുത്തിയ വിവരം. റെഡി ക്യാഷിനാണെങ്കിൽ 500 രൂപയുടെ മുതൽ 300 രൂപയ്ക്ക് നൽകുമത്രേ. എന്നിട്ട് പല തവണയായി പിരിച്ചെടുക്കുന്നതുണ്ട്, തവണ വ്യവസ്ഥയുണ്ട്, അല്ലാത്തതുണ്ട്. ഇതൊക്കെ കൊണ്ട് പൂന്ത് വിളയാടുകയാണ് നമ്മുടെ പല കലാലയങ്ങളും. ഇവിടെയാണ് വേറിട്ട ഒരു മനുഷ്യൻ്റെ നിലപാട് ഇതിലേക്ക് എത്തിച്ചു എന്ന് പറയുന്നത്. ഇത്തരം ചില സന്ദർഭങ്ങളിൽ ചില നിലപാടോടെ മുന്നോട്ട് വരുന്ന ചില മനുഷ്യരെ അഭിനന്ദിക്കേണ്ടതുണ്ട്. രാവിലെ മുതൽ ചാനലുകളിൽ അതിൻ്റെ കത്ത് പുറത്ത്, കത്തിൻ്റെ കോപ്പി ലഭിച്ചു, അത്തരമൊരു നിലപാടെടുത്ത പ്രിൻസിപ്പളിനെ അഭിനന്ദിക്കേണ്ടതിന് പകരം എന്തോ വലിയ നീളത്തിലും കനത്തിലുമുള്ളത് കിട്ടിയതുപോലെയാണ് ചാനലുകൾ ബ്രേക്ക് ചെയ്യുന്നത്. സാധാരണ കോളേജുകളിലും അതുപോലെ തന്നെ ഇതുപോലെയുള്ള പോളിടെക്നിക്കുകളിലുമൊക്കെ നടക്കുന്ന സംഭവങ്ങളിൽ അവിടുത്തെ പ്രഥമാധ്യാപകരും അധ്യാപകരുമൊക്കെ ഇന്ന് കണ്ണടച്ച് മടങ്ങി അങ്ങ് പോവുകയാണ്. എന്തിന് തലവേദന പിടിക്കണം? നമ്മുടെ മക്കളെ നോക്കിയാൽ മതിയല്ലോ. യവന്മാരെ നോക്കിയിട്ട് എന്ത് കാര്യം? വാദി പ്രതിയാകും. നമുക്ക് നഷ്ടപ്പെട്ടാൽ നമ്മുടെ മക്കൾക്കും ഭാര്യയ്ക്കും ഇല്ലാതായി. ഇത്തരം ചില സിദ്ധാന്തങ്ങൾ കത്തിപ്പടരുന്ന കാലത്താണ് ഈ പ്രിൻസിപ്പൾ അക്കാര്യത്തിൽ ഒരു സൂചന വെച്ചെങ്കിലും കത്ത് നൽകി കരുത്ത് കാട്ടിയത്. അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു വാനോളം. അത്തരം നിലപാടുള്ളവർ, നിർഭയരായവർ ഇത്തരം സ്ഥാപനങ്ങളിൽ ഉണ്ടായില്ലെങ്കിൽ നമ്മൾ കൊട്ടിഘോഷിക്കുന്ന പൊതുവിദ്യാലയങ്ങൾ എന്ന് അവകാശപ്പെടുന്ന പലതും ലഹരിയുടെ മുനമ്പുകളായിത്തീരും എന്നതാണ് സത്യം. ഇന്ന് പിടിച്ചതിൽ കരിമ്പുംകാലയ്ക്ക് സന്തോഷിക്കാൻ ചെറിയ വകയുണ്ട്. ഒന്ന് ആഷിക്കോ, മറ്റൊന്ന് ഷാലിക്ക്, 2 പേരെയാണ് പിടിച്ചിരിക്കുന്നത്. അവരാണ് പൂർവ്വ വിദ്യാർത്ഥികൾ. അവരാണ് പുറത്തുനിന്ന് കൊണ്ട് കൊടുക്കുന്നത്. എങ്കിലും കരിമ്പുംകാലയുടെ ഫോർമുലയിലേക്ക് എത്തൂല. കാരണം അനുപാതം ഒരുപാട് വ്യത്യസ്തമാണ്. ഏതായാലും അവർക്കും സാധനം എത്തിക്കുന്ന മറ്റൊരാളുണ്ടത്രേ. അങ്ങനെ തുരന്ന് എന്നപ്പോഴാണ് ബാംഗ്ലൂരിൽ നിന്ന് പിടിയിലായ ഒരു ടാൻസാനിയൻ സ്വദേശിയെയും സഹോദരിയുടെയും വാർത്ത പുറത്തു വന്നത്. വലിയ സമ്പന്നരാണത്രേ അവിടെ. സർക്കാർ ഫെലോഷിപ്പോടുകൂടി ഇവിടെ പഠിക്കാൻ വന്നതാണ് ബാംഗ്ലൂരിൽ. അദ്ദേഹത്തിൻ്റെ അച്ഛൻ അവിടുത്തെ ന്യായാധിപനോ മറ്റോ ആണത്രേ. ഇതിലെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരം കുറ്റകൃത്യങ്ങളിലും ക്രൂരകൃത്യങ്ങളിലും മയക്കുമരുന്നിലും കഞ്ചാവിലും വെറുതെ ജിഹാദും കുരുക്ഷേത്രവും കുരിശുയുദ്ധവും ആരോപിക്കുന്നതിന് പകരം ഇതിൽ പെട്ടുപോകുന്ന ആളുകൾ സാമ്പത്തിക ലാഭവും സാധ്യതകളും കെണിയും അവസരവും ഒക്കെ ഉപയോഗിച്ച് അതിലകപ്പെട്ടു പോകുന്നു എന്നതാണ് സ്ഥിതി. അതിൽ ജാതിയും മതവും തിരിച്ചുള്ള കണക്കല്ല വേണ്ടത്. മറിച്ച് കുറ്റക്കാരനും നല്ലവനും, അല്ലെങ്കിൽ ശരി ചെയ്യുന്നവനും തെറ്റ് ചെയ്യുന്നവനും എന്നീ 2 വിഭാഗങ്ങളാണ് വേണ്ടത്. അതുകൊണ്ട് ഈ ചിലരൊക്കെ രാവിലെ പോസ്റ്റ് ചെയ്തപ്പോൾ ആഷിക്കിനെ ഷാലിക്കിനെയും പിടിച്ചു എന്ന് പറഞ്ഞ് സന്തോഷിക്കുന്നെങ്കിൽ ആ മറുവശത്തേക്ക് മറ്റ് 2 പേരെ കൂടി ഇരുത്തി അതൊക്കെ ബാലൻസ് ചെയ്ത് പോകുന്നതാണ് നല്ലത്. ഏതായാലും പോലീസിന് അഭിനന്ദനങ്ങൾ. നിർത്തരുത്, ഇത് തുടരണം അടിവേര് തോണ്ടുന്നതുവരെ.